മാസങ്ങൾക്ക് മുൻപ് നവീകരിച്ച തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിനോട് ചേർന്ന ടൗൺ സ്ക്വയറും മുലയൂട്ടൽ കേന്ദ്രവും ചോർന്നൊലിക്കുന്നു. മേൽക്കൂരയിൽ നിന്നുള്ള വെള്ളം ബസ് ബേയിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും പതിക്കുന്നതും യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ദുരിതമായി തീരുകയാണ്. മാസങ്ങൾക്ക് മുൻപ് തളിപ്പറമ്പ് നഗരസഭ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിനോട് ചേർന്ന ടൗൺ സ്ക്വയർ നവീകരിച്ചത്. തൂണുകൾ ബലപ്പെടുത്തി ടൈലുകൾ മാറ്റി മേൽക്കൂരയിലെ ഷീറ്റുകളും മാറ്റിയിരുന്നു. എന്നാൽ മഴ പെയ്താൽ കോംപ്ലക്സിൽ നിന്നുള്ള വെള്ളം ടൗൺ സ്ക്വയറിലേക്കാണ് പതിക്കുന്നത്. ടൗൺ സ്ക്വയറിലെ വേദിയിലും സദസ്സിലുമെല്ലാം ചെറിയ മഴയിൽ പോലും വെള്ളം നിറയുകയാണ്. ടൗൺ സ്ക്വയറിനോട് ചേർന്ന ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള മുലയൂട്ടൽ കേന്ദ്രത്തിനുള്ളിലും മഴവെള്ളം ചോർന്നൊലിക്കുകയാണ്. ഇരിപ്പിടവും നിലവും ചുമരുമെല്ലാം മഴവെള്ളം നിറഞ്ഞു. കൂടാതെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ മേൽക്കൂരയിൽ നിന്നുള്ള വെള്ളം ഓവുചാലിലേക്ക് ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കാത്തതിനാൽ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകൾക്ക് മുകളിൽ പതിച്ച യാത്രക്കാർക്ക് ദുരിതമുണ്ടാക്കുകയാണ്. ദേശീയപാതയിൽ ദീർഘദൂര ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്ന ഭാഗത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിലേക്കാണ് മൂന്നാം നിലയിൽ നിന്നുള്ള മഴവെള്ളം ശക്തമായി പതിക്കുന്നത്. ഇരിപ്പിടങ്ങളിലേക്ക് ശക്തമായ മഴവെള്ളം പതിക്കുന്നത് കാരണം ബസ് കാത്തു നിൽക്കുന്നവർക്കും വെള്ളം കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കെട്ടിനിന്ന പൊതുജനങ്ങൾക്കും ദുരിതമായി തീർന്നിരിക്കുകയാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വെയിറ്റിംഗ് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം മൂന്നാമത്തെ നിലയിൽ നിന്നെ വെള്ളം നേരിട്ട് പതിക്കുമെന്ന് വെയിറ്റിംഗിലേക്കാണ്. അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പല ആൾക്കാരും കുട പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ദയനീയ അവസ്ഥയാണ്. കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മുലയൂട്ടൽ കേന്ദ്രം അതിപ്പോൾ പുതുതായി നിർമ്മിച്ച അത്രയൊന്നും ആയില്ല. അത് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ടൗൺ സ്ക്വയർ അവസ്ഥ ലക്ഷങ്ങൾ ചെലവഴിച്ച് മേൽക്കൂരയിൽ നിർമ്മിച്ചതാണ്. പക്ഷേ എന്നിട്ടും അത് മഴ പെയ്തു കഴിഞ്ഞാൽ ചോർന്ന് വലിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് അത്രയും പെട്ടെന്ന് തന്നെ പഴയ നല്ല രീതിയിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് ഒരു ബന്ധപ്പെട്ട അധികൃതരോട് നമുക്ക് പറയാനുള്ളത്. ചോർച്ച പരിഹരിക്കാനും മേൽക്കൂരയിൽ നിന്നുള്ള വെള്ളം പൈപ്പ് വഴി ഡ്രെയിനേജിലേക്ക് എത്തിക്കാനും നഗരസഭാ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.